ഒത്തിരി നാളിന് ശേഷം നമ്മുടെ ബ്ലോഗ് പിന്നെയും തുടങ്ങുക 1 മാസത്തേക്ക്. അന്നത്തെ നമ്മുടെ പണി റബ്ബർ ഒട്ടിക്കുക. പഴയ റബ്ബറൊക്കെ ഇളക്കി കിടക്കും. നമ്മൾ പുതിയ റബ്ബർ ഒട്ടിക്കാൻ പോകും. എല്ലാവരും ഉണ്ട്. ഞാൻ കേറാം. പറ വേണ്ട, മാനേജറാണ് ഇവിടുത്തെ. ഓ നമ്മളെന്താ പറയുക, എല്ലാവരും ഉണ്ട്. ഇവിടെ കാണാനുണ്ട്. അല്ല പൊട്ടിപ്പോകും. ബാക്കിലല്ല, അവിടെ ഫ്രണ്ടില് ഫ്രണ്ടൊക്കെ ഉണ്ട്. ഇല്ല, കട്ട നീങ്ങി. കറങ്ങി നീങ്ങി. ലൈറ്റ് കഴുകി വരാം. അതിലാണ് വെള്ളം കുടിക്കുകയാണ്. ക്ഷീണം. അപ്പോഴും കാമുകിക്ക് മെസ്സേജ് അയക്കുന്നു. കാമുകിക്ക് മെസ്സേജ് അയക്കുന്നു ആ സമയത്ത്. ഈ 9 ശക്തിയായി തേച്ച് കഴുകട. നീ 9 എന്നിട്ട് അറിയിക്കുന്നു. ഓക്കെ 9. ഓക്കെ. ഓ അപ്പോൾ എടുത്തില്ല. കഷ്ടപ്പാടാണ് ഒരു ഓട്ടം കഴിയുമ്പോൾ. കഷ്ടപ്പാട് എന്തിയാ കഷ്ടപ്പാട്? ആർക്കും അറിയത്തില്ല. നമ്മള് അവിടെ കൊല്ലത്ത് കിടന്ന് ഇറങ്ങിയിട്ട് അവിടെ വെച്ചിട്ട് അതിനും വേണം സാങ്ഷൻ ഒക്കെ ഉണ്ടല്ലോ. ഈ ട്രിപ്പല്ലേ എങ്ങനെയാടാ 2 days മേലെ നോക്കണം. അണ്ണൻ പറയുന്ന അറിയാം. ബ്രേക്ക് കൂട്ടിയപ്പോ ക്ലാസ് കൂട്ടിയാണ്. ഒടു കൂടുതലുണ്ട്. പുലിയുടെ അനിയൻ ഇന്ത്യൻ ആർമിക്കാരനായിരിക്കും. ഇന്ത്യൻ ആർമിയിലാണ്. ഇപ്പൊ ജോലി ക്യാൻസൽ ആയ അനുഗ്രഹിക്കാൻ വേണ്ടിട്ട് വന്നില്ലേ? ഇവിടെ വളരെ അത് കിട്ടിയോ? അപ്പോയിന്റ്മെന്റിന്റെ ആദ്യമൊക്കെ ആണെങ്കിൽ നീ അവിടെ ചെന്ന് വാ തുറക്കരുത്. പാചകം തുറക്കുമ്പോൾ തോക്കും പിടിക്കും. വാ തുറന്ന് തോക്ക് പിടിക്കാവില്ല. ഫുഡ് കിട്ടണം. നമസ്കാരം എടുക്കല്ലേ? ഞാൻ പഠിക്കുന്ന തടി കുറച്ച് അവന് കൊടുക്കണം. എന്റെ വീട്ടിൽ ഹിന്ദി പറയരുത്. അച്ഛാന്ന് വിളിക്കുന്നു.
ഏട്ടാ പോയിട്ട് വരുമ്പോ മറ്റേ തൊണ്ട് പീസല്ല കാമക്കണ്ണ ഇതിനെ പറ്റിയുള്ള പാട്ടല്ലേ മറ്റേ ഇത് മുടി നീളമില്ലായിരുന്നല്ലോ ഇതിന് അവിടെ ചെന്നിട്ട് വളർത്തിയാൽ മതി മെഡിക്കലിന് പറ്റി ഇനി പറ്റിയാവുക മമ്മിയായിരുന്നു നമുക്ക് വായിക്കേറിയില്ല 2 മാർക്കിന് 2 മിനിറ്റ് ഉണ്ടല്ലോ ഈ ഒടി കുഴിഞ്ഞിരിക്കാൻ പോട്ടെ പുലി ഇപ്പം സമ്പ്രദായത്തിലാവുമല്ലോടാ. എനിക്ക് എന്ത് പാടാ അവിടെ വെടി വെക്കണം ഇവ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റാ. അവനാ ജോലി കിട്ടിയെങ്കിൽ ഇവനായിരിക്കും ലാസ്റ്റ് അവൻ മൂഞ്ചും ഇവൻ ജോലിയാവും. അയാൾക്ക് സെലക്ഷൻ എടുത്തതിനകത്ത് അബദ്ധം പറ്റിപ്പോയി. തിരിച്ചു വെക്കണം അതിന് വെച്ച് നോക്കുവാണ് ഇങ്ങനെ ഇതാ വരണ്ട ഇതാ നമുക്കൊരു കറങ്ങാൻ നിൽക്കാം. ആ സാധനം കറങ്ങിയപ്പം മേലിൽ ഞാൻ താഴെ വീഴും. വണ്ടർലായിന്ന് ഒരാൾക്ക് പോയി അയാൾക്ക് ഫുൾ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അത് സേഫ്റ്റി ഉണ്ടല്ലോ. ഇത് മതിയാ നല്ല ബേസിലാണ്. മറ്റേന്ന് പറയുമ്പോൾ ഇച്ചിരി അല്ലേ ഉള്ളായിരുന്നു. ഇതിപ്പോ ഏരിയ ഉണ്ട്. ഞാൻ അപ്പഴത്തെ ബാക്കിലത്തെ ലൈറ്റ് എല്ലാം വീട്ടെ എന്താ നീ ചാനലൊക്കെ ഇറക്കട്ടെ. നിന്റെ വണ്ടിയാണ് കൈ എടുത്താൽ എന്തുവാ കൈ 2 മാസത്തെ കൈ വെച്ചടിച്ചേ ഡോറിനകത്ത് വെച്ചടച്ചു. അകത്ത് ഇരുന്നിട്ട് കൈ പുറത്തിട്ട് ഞാൻ മറ്റേ കഴിക്കും. അച്ഛനോട് പോയി പറയാലോ അമ്മാവനെ. ഡാൻസിലേക്കായിരുന്നു. ആ ഇവിടെ ഇച്ചിരി ഇത്ര വരണം. നമുക്ക് അളവുണ്ട്. അങ്ങോട്ട് വെട്ടിട്ടാ പോലെ വെട്ടിട്ടാ മതി. എന്താ അതിനെന്ത് തട്ടിപ്പൊട്ടിയല്ലോ. അത് ഇറങ്ങിപ്പോയതാ. പുലിപ്പനയുടെ ഷേപ്പ് ഉണ്ട് കേട്ടോ കാണാൻ. വെള്ളമാണോ രാവിലെ കിട്ടുന്ന വീഡിയോ എടുക്കാൻ നാളെ പണി കഴിഞ്ഞില്ല കേട്ടോ. പകുതി കഴിഞ്ഞു. നാളെ കൊണ്ട് വെക്കാം. അതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. നാളെ പൈസ ഗൈസ് നമ്മളൊന്ന് താമസിച്ചു പോയി. ഇതാണ് ഇവിടുത്തെ മെയിൻ ആള്. മീനോണെക്കാട്ടി മെയിനാ. ആ എന്താ അപ്പിൾ ഫീസ് ഒന്നും അല്ല. നമ്മൾ ഈ സൈഡിലെല്ലാം റബ്ബർ അടിച്ചിട്ടുണ്ട്.
പുതിയ കൺസെപ്റ്റാണ്. മത്തി ഫ്രൈ മലയാളിയുടെ സ്പോൺസറാ. മന്തി മേടിച്ചതല്ലേ ഗൈസ്, പറ്റിച്ചു. സലാഡ്, അവിയല്, ഇതെന്തോ തോരണ പയറാണ്. രാവിലെ ബാക്കി പ്ലാസ്റ്റിക് പോലുള്ള പച്ചക്കറി നാളെ വരും. അയ്യോ പാമ്പറിയാ. നീ ആദ്യം വന്ന് പറയടാ, അപ്പൊ ഷേപ്പ് ഇല്ലെന്ന് പറയാം, എന്നിട്ട് ഞാൻ വന്ന് കഴിക്കാം. സഹായമെല്ലാം ചെയ്തു സഹായമെല്ലാം ചെയ്തു തോന്നുന്നിട്ട് ഇങ്ങനെ വെള്ളവരുള്ളായിരുന്നല്ലേ? അതെ ഭായ് ഇതറാവോ. ബംഗാളിയായി. ഞങ്ങളുടെ ബംഗാളി പണിക്കാരനാണ്. ഞങ്ങളുടെ അനിയൻ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയ ദിലീപ്. ഇല്ല, ഇങ്ങനാണ് നാട് വിട്ട ചേച്ചിയെ പേടിച്ച്. ചായയായിട്ട് വരുന്ന പേരെന്തോ അടി ചായ മാറിപ്പോയ മോണെ കുത്തി കയറും. ചായ മാറി മറ്റേതായിട്ട് പറ്റിയത് നമ്മുടെ കമ്പനിയിൽ നിന്നാണോ? ട്രാവൽസിന്റെ ലൈറ്റ് എവിടെ നിന്നാണ് മേടിക്കുന്നത്? ഇനോന്റെ കമ്പനിയിൽ നിന്നാണ്. കണ്ണഞ്ചണം. നമ്മുടെ ഓഫീസിൽ നടക്കാൻ എടുക്കെടുക്കെടുക്ക് എന്തായാലും ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. കൊച്ചുമലയാളി ഇങ്ങനെ ഈ ചെറുക്കനാണ് ഭയങ്കര നാണമാണ്. ഇൻസൈഡ് പറയണോ? എന്നാ മര്യാദക്ക് എടുത്തിടും, ഉറപ്പായിട്ട് ഇടുക. നാണം വേണടാ. നോർമലായിട്ട് കുറവല്ല, അതിനകത്തടിക്കുക വെട്ടമായി അടിയെല്ലാം തുടച്ചെടുത്തില്ല. Thank you.